നമസ്കാരം. നിങ്ങൾക്ക് അകാരണമായിട്ട് അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിലുള്ളവരാണോ? അതുപോലെ ഒരു ഉറക്കം ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ പിന്നീട് ഉറങ്ങാൻ സാധിക്കാതെ വരികയും അതുപോലെ മസിൽ കോച്ചിപ്പിടുത്തം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും നഖം ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോകുന്നതായിട്ട് കാണുക, ഇടയ്ക്കിടെ വായ്പുണ്ണ് വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ബ്ലഡിൽ കാൽസ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കുറവുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലിൻ്റെ ഡെൻസിറ്റി കുറവുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒന്ന് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ ഡോക്ടർ സജിത ദിജിൻ. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാനുള്ളത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നികത്താൻ എന്തെല്ലാം ആഹാരങ്ങൾ ഉൾപ്പെടുത്തണം, അതുപോലെ ഏത് സപ്ലിമെൻ്റ് എടുക്കണം, അല്ലെങ്കിൽ അതിന് കൂടെ ഈ സപ്ലിമെൻ്റ് മാത്രം കഴിച്ചാൽ മതിയോ, അതിന് കൂടെ കഴിക്കേണ്ട വൈറ്റമിൻ, ഇതിൻ്റെ അബ്സോർപ്ഷൻ നടക്കാൻ കഴിക്കേണ്ട വൈറ്റമിൻ ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് കാൽസ്യം കുറവുണ്ടോ എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും അതിനുകൂടെ തന്നെ സ്ട്രെസ്സ്, ഉത്കണ്ഠ, അല്ലെങ്കിൽ എപ്പോഴും തന്നെ ആങ്ഷൈറ്റി, ചിന്തിച്ചിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരവസ്ഥ, ഓർമ്മക്കുറവ്, മുൻപൊക്കെ നല്ല ഓർമ്മയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ മറന്നു പോവുക, ഒരു സാധനം വെച്ചത് എവിടെയാണ് വെച്ചതെന്ന് ഓർക്കാതിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് ദൂരം ഒന്ന് നടന്നു കഴിഞ്ഞാൽ മസിലിനൊക്കെ തന്നെ വേദനയോ ക്ഷീണമോ ഒക്കെ തോന്നുക, എപ്പോഴും കിടക്കണം എന്ന് തോന്നുക, കൈകാല് എപ്പോഴും തരിപ്പ് അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. എല്ല് പല്ലിനൊക്കെ തന്നെ ബലം കുറവ് തോന്നുന്ന ഒരു പ്രശ്നം ഉണ്ടായിരിക്കുക. അതുപോലെ പല്ലിൽ നമുക്കൊരു എന്തെങ്കിലും കഴിക്കുമ്പോൾ പുളിപ്പ് രസം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നതും, പല്ലിൻ്റെ കളറ് മാറുന്നതായിട്ടും, അതുപോലെ നഖം പൊട്ടി പോകുന്നതായിട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണപ്പെടാറുണ്ട്. ചിലർക്ക് BP എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കാം, ബ്ലഡ് പ്രഷറിൽ വ്യത്യാസം വരാം, അതുപോലെ ഷുഗർ ലെവലിൽ എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കാം. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഹാർട്ട് ബീറ്റിൽ തന്നെ വ്യത്യാസം വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ട് മാത്രം ഉണ്ടാവുക കേട്ടോ. ഹൈപ്പോ കാൽസീമിയ എന്നുള്ള ഒരു കണ്ടീഷൻ, നമ്മൾ ബ്ലഡ് സിറത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നതാണ്. കാൽസ്യത്തിൻ്റെ കുറവ് നികത്താൻ പറ്റുന്ന എന്തൊക്കെ ആഹാരങ്ങളാണ് എന്നുള്ളത് നോക്കാം. പാലും പാലുൽപ്പന്നങ്ങളും തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇനി ചെറു മത്സ്യങ്ങളായാലോ, ചീര, അത് ഏത് ചീരയോ ഉപയോഗിക്കാം, പച്ചച്ചീരയോ ചുമന്ന ചീരയോ അഗസ്തി ചീരയോ ഒക്കെ തന്നെ ഉപയോഗിക്കാം. അതുപോലെ ചിയ സീഡ്, ഇന്ന മുട്ട, അല്ലെങ്കിൽ ചായ മനസയുടെ ഇല ഉപയോഗിക്കാം. ചായ മനസയൊക്കെ തന്നെ വളരെ ഗുണകരമായിട്ടുള്ളതാണ്. അത് ഗർഭിണികൾക്ക് പോലും വളരെ ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇലയാണ്. അല്ലെങ്കിൽ മത്തൻ്റെ ഇല, ബ്രൊക്കോളി, ഇനി പേരയ്ക്ക, പപ്പായ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഓറഞ്ച് ഫ്രൂട്ട്സിൽ അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. പിന്നെ വെണ്ടയായാലും മത്തൻ, ഇനി കടല, നിലക്കടല പോലുള്ളത്, ബദാം പരിപ്പുകൾ, ചില സീഡ്സുകൾ, ഡ്രൈ ഫിഗ്, അത്തിപ്പഴം ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാം. അതുപോലെ സോയാബീന്,